മുകുന്ദൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എയറിൽ കയറി തുടങ്ങിയ ഫസ്റ്റ് കുറേ പേർക്ക് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് ആളുകൾ ഷെയർ ചെയ്യുക എനിക്കായിരിക്കാം. അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയൊരു പോസ്റ്റാണ്. ഓക്കെ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എനിക്കിത് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നലെ സിനിമയൊക്കെ കാണുന്ന തിരക്കിലും ഇന്ന് ഞാൻ ട്രാവലിങ്ങിലൊക്കെ ആയതുകൊണ്ട് ഞാനിതിന് പിന്നാലെ പോയില്ല. ഓക്കെ, ബിക്കോസ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എന്തോന്നടേ, എന്തും ഫേക്ക് അടിച്ച് വിടാന്നാണ് അവന്മാരെ പണി എന്നുള്ളത്. ഇത് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. വീടുകളിൽ ഉച്ചയ്ക്ക് ശ്രീരാമ ജ്യോതി തെളിയിക്കാത്തവർ, ഉച്ചത്തിൽ ജയ് ശ്രീരാം വിളിക്കാത്തവർ എൻ്റെ സിനിമ കാണാൻ വരണ്ട. ഉണ്ണിജി ഈ ചങ്കൂറ്റത്തിന് എത്ര ലൈക്ക്. ഒരു മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്താ പറയുക, ഫേക്ക് പോസ്റ്റ് ഇടുന്ന പല തന്തയ്ക്ക് ജനിച്ചവന്മാരോട് ഞാൻ എന്ത് പറയും? അല്ല, ഇങ്ങനെ പോസ്റ്റ് ഇടുന്നവന്മാർ അതെന്നെ വിളിക്കണ്ടേ? ഓക്കെ, സംഗതി ഉണ്ണി മുകുന്ദനും ഞാനൊക്കെ എന്തോ ഒരു ഇഷ്യൂ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്നേ വരെ എവിടെയും രാഷ്ട്രീയം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അയാളുടെ രാഷ്ട്രീയം അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി രാജ്യസ്നേഹിയാണ്. അയാൾക്ക് കുറേ രാജ്യസ്നേഹമുണ്ട്. പിന്നെ അയാൾ ജനിച്ച മതത്തിനോട് അയാൾക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട്. അതാണ് അയാളുടെ ബേസിക് കാര്യം. അല്ലാതെ ഉണ്ണി മുകുന്ദൻ ഈ പറഞ്ഞ പോലെ ജയ് ശ്രീരാം വിളിക്കാത്തവരോട് സിനിമ കാണാൻ വരണ്ട എന്ന് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. മറ്റേ ജ്യോതി തെളിയിച്ചവർ മാത്രം തിയേറ്ററിൽ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ലടേ ഇതൊന്നും. നിങ്ങൾ തന്നെ ആ ഒരു പോസ്റ്റിൻ്റെ കോമൺ സെൻസ് എടുത്ത് നോക്ക്. അതിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ ഈ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ പോസ്റ്റും വെച്ചിട്ടാണ് ഇവന്മാർ എന്ത് ചെയ്തത്, ഈ സാധനം എഡിറ്റ് ചെയ്ത് പടച്ചു വിട്ടത്. ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ പോസ്റ്റ് ജനുവരി 22 നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കുക. ശ്രീരാമൻ്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നെന്ന് തുല്യം. രാജാവ് സിംഹാസനം ഏറ്റെടുക്കാൻ യാത്രയിലാണ്. ജയ് ശ്രീരാം. ഇത് ഉണ്ണി മുകുന്ദൻ നമ്മുടെ അയോധ്യ റിലേറ്റഡ് ആയിട്ട്, പ്രാണപ്രതിഷ്ഠ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് വെട്ടി ഒട്ടിച്ച് ഇതിലെഴുതിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് അടിച്ചിട്ടാണ് ഇവന്മാർ ഈ ഫേസ്ബുക്കിൽ കൊടുത്തിട്ട് ഈ മറ്റേ തന്നല്ലാത്ത പരിപാടി കാണിച്ചിട്ടുള്ളത്. ഉള്ള കാര്യം ഇത് ദേഷ്യം വരൂടെ, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശം. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീണ്ടും രസമുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറ്റത്തലാണ് കാണിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ. കാരണം ഇതൊക്കെ കണ്ട് തല തിരിഞ്ഞു പോകണ കുറേ ടീമുണ്ട്. ഇത് കണ്ടിട്ട് ഇത് ശരിയാവുമല്ലോ, അപ്പോൾ ഉണ്ണി മുകുന്ദൻ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറി വിളിക്കാൻ പോണ കുറേ ടീമുണ്ട് അവിടെ. പിന്നെ അവിടെ മതവും രാഷ്ട്രീയവും ആ രീതിയിൽ പിന്നെ കാര്യങ്ങളാണ് മാറിപ്പോവാണ് അവിടെ. പിന്നെ എസ്പെഷ്യലി അയാളൊരു സിനിമാ നടനാണ്. ഇതിപ്പോൾ ഇൻഡയറക്റ്റ്ലിയോ ഡയറക്റ്റ്ലിയോ നിങ്ങൾ അയാളുടെ സിനിമയ്ക്കിട്ട് കുത്തണ കുത്തായിപ്പോയത്. ഇതെന്തോന്നല്ല, ഇരുട്ടത്ത് നിന്ന് മാടിപ്പൊക്കി കാണിച്ചു കൊടുക്കുക. ആളിപ്പോൾ ചെയ്ത ഇമാതിരി പണി കാണിക്കുന്നവർ അതാണ് പരിപാടി. അതായത് ഇയാളുടെ സിനിമ, ഇയാളുടെ കരിയർ, അയാളുടെ സിനിമയാണ് അയാളുടെ മെയിൻ. ഇതിപ്പോൾ അയാളെ ഈ ഫേക്ക് പോസ്റ്റ് എത്ര പേര് ഷെയർ ചെയ്ത് കണ്ടിട്ട് അയാളെ തന്തയ്ക്കും നുള്ളയ്ക്കും വിളിക്കുന്നറിയും. അത് കഴിഞ്ഞിട്ട് ഇനി ഇവരിത് മനസ്സിൽ വെച്ചിട്ട് എത്ര പേര് ഇയാളുടെ സിനിമയ്ക്കിട്ട് പണിയെന്നറിയും. പണി ഇൻ ദ സെൻസ് ഇറങ്ങുമ്പോൾ തന്നെ അന്ന് പറഞ്ഞല്ലേ ജയ് ശ്രീരാം എന്ന് വിളിച്ചാലല്ലേ പോകാൻ പറ്റുമെന്ന്, അന്ന് പറഞ്ഞല്ലേ തിരി കളിക്കണം എന്നുള്ളത്. ഈ ഫേക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നവരുടെ ആവശ്യം ഇതാണ്. ഓക്കെ, അത് ദയവ് ചെയ്തിട്ട് ഈ പണി കാണിക്കാതിരിക്കും. ഇത് കാണുമ്പോൾ ദേഷ്യം വന്നിട്ടാണ്. ഇത് മാത്രമല്ല, ഈ ന്യൂസ് ചാനലുകളുടെ ഹെഡിങ് വെച്ചിട്ട് ഫേക്ക് അടിക്കുന്ന പരിപാടിയുണ്ട്. മനോരമ ഓൺലൈനിൻ്റെ പേരിൽ ഫേക്ക് അടിച്ചു വിട്ടിട്ടുണ്ട്. ശ്രീരാമജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീരാം വിളിക്കാത്തവരും എൻ്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫാക്റ്റ് ചെക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. മനോരമ ഓൺലൈൻ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആ ഫാക്റ്റ് ചെക്ക് എന്നുള്ള സാധനത്തിന് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് വേറൊരു രാമൻ്റെ മറ്റേ അമ്പും വില്ലുള്ളൊരു ഫോട്ടോ കൊണ്ടുപോയി വെച്ചു. അതാണ് കവർ ചെയ്ത് മാസ്ക് ചെയ്തു. അപ്പോൾ ഇത് കാണുന്നവരെന്താ വിചാരിക്കാം, മനോരമ ഓൺലൈനിൽ അടക്കം ഇത് വന്നു അല്ലേ, അപ്പോൾ സത്യം തന്നെ, ഇങ്ങനെ വിചാരിക്കുക. സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ എരപ്പ പരിപാടി കാണിക്കാതിരിക്കുക. ഇതൊക്കെ വെറും ചെറ്റക്കളിയാണ്. ഇമാതിരി പോസ്റ്റുകൾ ഉണ്ടാക്കി ഒരാളുടെ പേരിൽ പടച്ചു വിട്ട് ഉപദ്രവിക്കുന്ന പണി കാണിക്കാതിരിക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ there are certain things, ഓക്കെ, ഉണ്ണി മുകുന്ദൻ ആൻഡ് എനിക്ക് ഹേർട്ടായ കാര്യങ്ങളുണ്ട്, അയാൾക്ക് ഹേർട്ടായ കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഉണ്ണി മുകുന്ദൻ്റെ പേരിൽ എന്തും
കുഴച്ച് എൻ്റെ അണ്ണാക്ക് കൊടുന്ന് ഇട്ട് തരാം, ഞാൻ കയറി റിയാക്ട് ചെയ്യുന്നുള്ള ആ വിചാരമൊന്നും ആർക്കും വേണ്ട. ഓക്കെ, അറ്റ്ലീസ്റ്റ് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ നോക്കില്ലടേ, നമ്മൾ നോക്കണമല്ലോ. ചുമ്മാ കയറി ആ മറ്റേ കളി കളിക്കുക എന്നുള്ളത് ആരും വിചാരിക്കണ്ട. ഇത് കാണുന്നവരോടാ പറയുന്നത്, ഉണ്ണി മൂന്തൻ എവിടെയും തിരി കൊളത്തിയവരോ ജയ് ശ്രീറാം എന്ന് പറയുന്നവരോ എൻ്റെ സിനിമയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അയാൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അയാളുടെ കരിയറിൻ്റെ പീക്കിലൊക്കെ പോയി അങ്ങനെ നല്ല ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് നടനാവണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോണ ഒരാളാണ്. അതാണ് ഞാൻ അയാളുടെ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ദേഷ്യം വന്ന അയാളിൻ്റെ അച്ഛനും അമ്മയ്ക്കോ തെറി വിളിച്ചത്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അയാൾക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അത്ര പെട്ടെന്നൊന്നും രാഷ്ട്രീയത്തിലേക്ക് ചാടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയൂല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ മാതിരി അയാൾക്ക് രാജ്യസ്നേഹവും പിന്നെ ജനിച്ചു വളർന്ന മതത്തിലുള്ള സ്നേഹമൊക്കെ വേഷം കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് അയാൾക്ക് ഉള്ളൊരു കാര്യം. അതാണ് കുറച്ചൊരു എക്സ്ട്രീം സൈഡാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. ഓക്കെ, അതിത് ചുമ്മാ അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഓരോ മൂത്താച്ചികൾ.